നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം അഫാനും ഉമ്മയും ഒരു ബന്ധുവിന്റെ വീട്ടിൽ ചെന്നിരുന്നു. ഈ ബന്ധുവിന്റെ നിർണായകമായ മൊഴി വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ബന്ധുവിന്റെ മരുമകളുടെ വസ്തു ബാങ്കിൽ പണയപ്പെടുത്തി വായ്പ എടുത്തുവെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഷെമിയും മകനും ഈ കൊലപാതകത്തിന്റെ തലേ ദിവസം ഇവരുടെ വീട്ടിൽ ചെന്നത് 50,000 രൂപ കടം ചോദിക്കാനായിരുന്നു. ഷെമിയും അഫാനും വീട്ടിലെത്തി 50,000 രൂപ കടം വേണമെന്നും വളരെ അത്യാവശ്യമാണെന്നും പറഞ്ഞു. പക്ഷേ കൈവശം കൊടുക്കാൻ പണമില്ലായിരുന്നു. ഇത് അവർ മറുപടിയായിട്ട് പറഞ്ഞു. കൈവശം പണമില്ലെന്നും നേരത്തെ വാങ്ങിയ പണം ഇതുവരെ തിരികെ നൽകിയിട്ടില്ലല്ലോ എന്നുമായിരുന്നു ഇവർ നൽകിയ മറുപടി. തുടർന്ന് ഷെമിയും മകനും തിരികെ പോകുകയും ചെയ്തു. കൊലപാതകം നടന്ന ദിവസം രാവിലെയും ഷെമി ഇവരെ വിളിച്ചിരുന്നു. പണം സംഘടിപ്പിച്ച് നൽകണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഈ ബന്ധു നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഈ മൊഴി നിർണായകമായി മാറിയിരിക്കുകയാണ്. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറി വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് അഫാന്റെ മാതാവ് ഷെമി അന്വേഷണ ഉദ്യോഗസ്ഥനായ ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. പ്രതിയുമായുള്ള തെളിവെടുപ്പിന് ശേഷം ഡയറി പോലീസ് പരിശോധിക്കാം. എന്തായാലും ഇന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. പെരുമല വീട്ടിൽ അഫാന്റെ അനുജൻ, പെൺസുഹൃത്ത് എന്നിവരെ കൊലപ്പെടുത്തിയതും മാതാവിനെ ആക്രമിച്ച സംഭവത്തിലുമാണ് ഇന്ന് വെഞ്ഞാറമൂട് SHO അനൂപ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പാങ്ങോട് കുടുംബ വീട്ടിൽ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഗുരുതരാവസ്ഥയിലാണ് അഫാന്റെ മാതാവ് ഷെമി ആയിരിക്കുന്നത്. അവരുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 46ഓളം തുന്നലുകളാണ് ഇവരുടെ തലയിലുള്ളത് എന്നാണ് വിവരം. അതേസമയം കുടുംബത്തിന് ലക്ഷങ്ങളുടെ കടബാധ്യതയുള്ളത് അഫാനും മാതാവ് ഷെമിയും ഗൾഫിലുള്ള പിതാവിനെ അറിയിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ചിട്ടിയിലും പലിശ ഇടപാടിലും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് 65 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായതെന്നും പോലീസ് വ്യക്തമാക്കി. കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അഫാൻ നേരത്തെ മൊഴി നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ പിതാവ് റഹീം പോലീസിന് നൽകിയ മൊഴി ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അഫാൻ പറയുന്നത് പോലെയുള്ള സാമ്പത്തിക ബാധ്യത കുടുംബത്തിനില്ല എന്നായിരുന്നു പിതാവിന്റെ മൊഴി. ഇതോടെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണത്തിൽ വീണ്ടും അവ്യക്തത വന്നത്. എന്നാൽ പിന്നീട് പോലീസ് ഇക്കാര്യത്തിൽ വീണ്ടും അന്വേഷണം നടത്തി വ്യക്തത വരുത്തി. അഫാന്റെ കുടുംബവുമായി സാമ്പത്തികമായ ഇടപാടുള്ളവരുടെ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തി. ഇതിൽ നിന്നാണ് കടബാധ്യത പോലീസ് സ്ഥിരീകരിച്ചത്. 15 ലക്ഷം രൂപയുടെ കടമാണ് ഉള്ളതെന്നും അത് താൻ തന്നെ പരിഹരിക്കുമായിരുന്നുവെന്നുമാണ് റഹീം പറഞ്ഞത്. പുതിയ വീട് വെച്ചതുമായി ബന്ധപ്പെട്ട കടങ്ങളൊന്നും നിലവിലില്ല. കൊല്ലപ്പെട്ട ഫർസാനയുടെ സ്വർണ്ണമാല പണയം വെച്ചത് തിരിച്ചെടുക്കാൻ അഫാന് ദിവസങ്ങൾക്ക് മുൻപ് 60,000 രൂപ അയച്ചു കൊടുത്തിരുന്നു. അഫാനോട് നിരന്തരം വാട്സാപ്പ് വഴി വിളിക്കുമായിരുന്നു. സംഭവം നടക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുൻപ് മകനോട് സംസാരിച്ചു. ഒരു സമയത്തും തനിക്ക് വിദേശത്തേക്ക് പണം അയച്ചിട്ടില്ല എന്നും റഹീം വെളിപ്പെടുത്തിയിരുന്നു. നിലവിൽ ആശുപത്രിയിലുള്ള അഫാന്റെ ആരോഗ്യനിലയിൽ വളരെ വലിയ പുരോഗതിയുണ്ട്. പ്രത്യേകിച്ച് ഈ മാനസിക രോഗ വിദഗ്ധരുടെ റിപ്പോർട്ടൊക്കെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇന്ന് എന്തായാലും പ്രതി ആശുപത്രി വിടാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ജയിലിലേക്ക് പ്രതിയെ ഇന്ന് മാറ്റും. വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ 2 കേസുകളിൽ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുമുണ്ട്. എന്തായാലും ഈ നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊല സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.